എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സഹോദരൻ അയ്യപ്പൻ. അതേപോലെ തന്നെ പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ്. പന്തി ഭോജനം തൈക്കാടയ്യയുടേതാണ്. അതേപോലെ സമപന്തി ഭോജനം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സംഘടനയാണ് SNDP. അത് സ്ഥാപിതമായത് 1903 മെയ് 15-നാണ്. അയ്യൻകാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അതേപോലെ തന്നെ കുമാര ഗുരുദേവന്റെ സംഘടനയാണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അന്റോണിയോ ഗുട്ടറസ്. 9ാമത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 4. ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കരാട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, തമിഴ്നാട്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 7. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നെല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, രാഷ്ട്രപതി. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കെ കരുണാകരൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, വരയാട്. ക്വസ്റ്റ്യൻ നമ്പർ 11. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സൗരോർജം. ഈ പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സൗരോർജം ആയിക്കോട്ടെ, കാറ്റിൽ നിന്നുള്ളതായിക്കോട്ടെ, തിരമാലയിൽ നിന്നുള്ളതായിക്കോട്ടെ, അതായത് നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കാത്തത്. ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ഉപയോഗിച്ച് വരുന്നതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. അത് നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കും. ഈ പാരമ്പര്യ ഊർജ സ്രോതസ് ആണെങ്കിൽ അതിനകത്ത് വരുന്നതാണ് താപവൈദ്യുതി, ആണവ വൈദ്യുതി ഒക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ മഹാസമുദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 13. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ദയാനന്ദ സരസ്വതി. അപ്പോൾ ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? അത് രാജാറാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 14. നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 15. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, VS അച്യുതാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജാതിക്ക. അന്നേരം ത്രിഫല ഏതൊക്കെയാണ്? കടുക്ക, നെല്ലിക്ക, താനിക്ക തുടങ്ങിയവയാണ് ത്രിഫല. ക്വസ്റ്റ്യൻ നമ്പർ 17. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. എങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? അത് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആസാം. ക്വസ്റ്റ്യൻ നമ്പർ 19. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കാവേരി.
ക്വസ്റ്റ്യൻ നമ്പർ 20. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 36. 36 ദ്വീപുകളാണ് ആകെ ലക്ഷദ്വീപിലുള്ളത്. അതിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര, ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനമാണ് കവരത്തി. ലക്ഷദ്വീപിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? അത് മലയാളമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. കക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗുജറാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 22. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മംഗലാപുരം. നമുക്കറിയാം ചെന്നൈ ആണെങ്കിൽ തമിഴ്നാട്ടിലാണ്, പാരദീപ് ഒഡീഷയാണ്, കൊൽക്കട്ടയാണെങ്കിൽ വെസ്റ്റ് ബംഗാളാണ്. ബാക്കി മൂന്നും കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളാണ്. മംഗലാപുരമാണ് പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖം. ക്വസ്റ്റ്യൻ നമ്പർ 23. വയനാട്ടിലെ കുറിച്യർ കലാപം നയിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രാമനമ്പി. 1812 കുറിച്യർ കലാപം നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലോക്സഭാ സ്പീക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഭൂമധ്യരേഖ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ചന്ദ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ്. ക്വസ്റ്റ്യൻ നമ്പർ 28. കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ വോൾട്ടേജ് എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 230 വോൾട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഉപരാഷ്ട്രപതി ആരാണ്? നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. അതായത് നമ്മുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. 2022 ഓഗസ്റ്റ് 11 സ്ഥാനമേറ്റത്. ക്വസ്റ്റ്യൻ നമ്പർ 30. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബംഗാളി. ക്വസ്റ്റ്യൻ നമ്പർ 31. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ്. അതേപോലെ തന്നെ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അതേപോലെ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം അറിയുന്ന മറ്റൊരു പേരാണ് പെരിയോർ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 33. രാജ്യങ്ങൾ ഒന്നുമില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അന്റാർട്ടിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 34. ലോക ജല ദിനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മാർച്ച് 22. ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടിടത്ത് ഇത് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ജലദിനമാണ് മാർച്ച് 22. ജൂൺ 5 എന്താണ് പ്രത്യേകത? പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. ക്വസ്റ്റ്യൻ നമ്പർ 35. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 7ാം സ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 36. മഹാത്മാഗാന്ധിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മലപ്പുറം. 1998 കുടുംബശ്രീ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 39. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് രാജസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കോസ്റ്റ് ഗാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 41. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തുലാവർഷം. ക്വസ്റ്റ്യൻ നമ്പർ 42. താഴെ പറയുന്നതിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സഹോദരൻ അയ്യപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത. ക്വസ്റ്റ്യൻ നമ്പർ 45 എന്താണ് ചോദിച്ചിരിക്കുന്നത്? രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു? ഇത് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അന്നത്തെ ഇത് വെച്ച് ചോദിച്ചതാണ്. ഇപ്പോൾ നമുക്ക് ആ സ്ഥാനത്ത് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാലോ? ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് നമ്മുടെ രാഷ്ട്രപതി. നമ്മുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അതേപോലെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ഇന്ത്യയിൽ രാഷ്ട്രപതി ആകുന്നതിന് മുൻപ് ദ്രൗപദി മുർമുവിന്റെ സ്ഥാനം എന്തായിരുന്നു? അതായത് 2015 മുതൽ 2021 വരെ ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. 2015 മുതൽ 2021 വരെ ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അതേപോലെ ആദിവാസി വിഭാഗത്തിൽ നിന്നും വന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. ക്വസ്റ്റ്യൻ നമ്പർ 46. സലീം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പക്ഷി നിരീക്ഷകൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 15 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിൽ എത്ര നദികളുണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 44. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 കിഴക്കോട്ട് ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. 2ാമത്തേത് ഭാരതപ്പുഴ, 3ാമത്തേത് പമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 49. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എറണാകുളം. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 51. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 52. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 53. 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇംഗ്ലണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 54. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മലയാളം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം ചോദിച്ചായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 55. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനം ഉണ്ടായ വിള ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 56. മാഹി ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 57. വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ദുരന്തമാണ് വാഗൺ ദുരന്തം. അപ്പോൾ മലബാർ കലാപം എന്നാണ്, 1921. ക്വസ്റ്റ്യൻ നമ്പർ 58. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുഗതകുമാരി. അപ്പോൾ നിലവിൽ നമ്മുടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? അത് പി സതീദേവി. ആദ്യത്തേത് സുഗതകുമാരി, ഇപ്പോഴത്തേത് പി സതീദേവി. ക്വസ്റ്റ്യൻ നമ്പർ 59. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹ പ്രായം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 21. ക്വസ്റ്റ്യൻ നമ്പർ 60. ഒരു ബിൽ പാസ്സാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 തവണ. ക്വസ്റ്റ്യൻ നമ്പർ 81.
നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏതവസ്ഥയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഖരം. ക്വസ്റ്റ്യൻ നമ്പർ 82. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വടക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 83. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫാക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 84. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വെള്ളം. ക്വസ്റ്റ്യൻ നമ്പർ 85. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സാന്ദ്രീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 86. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സുതാര്യ വസ്തുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 87. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നീൽ ആംസ്ട്രോങ്. ക്വസ്റ്റ്യൻ നമ്പർ 88. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ യത്നം. ക്വസ്റ്റ്യൻ നമ്പർ 89. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. നാടിന്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കുടുംബശ്രീ. ക്വസ്റ്റ്യൻ നമ്പർ 91. ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അതേപോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ക്വസ്റ്റ്യൻ നമ്പർ 92. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹരിതകം. ഇതിലാണെങ്കിൽ സാന്തോഫിൽ മഞ്ഞ നിറവും കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറവും ആന്തോസയാനിൻ ചുവപ്പു നിറവും നൽകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 93. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 206. ക്വസ്റ്റ്യൻ നമ്പർ 94. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹരിത സസ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 95. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നെല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 96. മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരയാട്. ക്വസ്റ്റ്യൻ നമ്പർ 97. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 23 ജോഡി. ജോഡിയാണെങ്കിൽ 23, എണ്ണമാണെങ്കിൽ 46. ക്വസ്റ്റ്യൻ നമ്പർ 98. ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മന്ത്. മലമ്പനി ആണെങ്കിലും കൊതുക് പരത്തുന്ന രോഗമാണ്. അതേപോലെ ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്തി. ക്വസ്റ്റ്യൻ നമ്പർ 99. മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വായ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ദഹനം അവസാനിക്കുന്നത് എവിടെ വെച്ചാണെന്നാണ്. അന്നേരം മനുഷ്യനിൽ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്, അവസാനിക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 100. പയർ ചെടികളുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് റൈസോബിയം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ചോദിച്ചത്? മുതിരയുടെ ചോദിച്ചായിരുന്നു അല്ലേ? റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യം ഏത്? പയർ വർഗ്ഗങ്ങളിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം. താങ്ക് യു.